പിന്നെ അർജൻറ്റീന ഫാൻസിനോടാണ്, നിങ്ങൾ കുറേ എനർജി വേസ്റ്റ് ആക്കൊന്നും വേണ്ട, ഓരോരുത്തരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കൊന്നും വേണ്ട. അർജൻറ്റീനകളിലും കൂടുതൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഫ്രാൻസിനെ പറയാൻ പറ്റും കളിയാക്കാൻ, ഫിഫ ടീം എന്നൊക്കെ പറയാം. കാരണം ഓൾക്ക് നമ്മളത്ര ആരാധകർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ നമ്മൾ പറയുന്ന ഓപ്പോസിറ്റ് ടീം നമ്മളെ അർജൻറ്റീനൻ്റെ അത്ര ഫോമിലാണ് ഇപ്പം എങ്കിൽ ഈ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല. ബ്രസീൽ അർജൻറ്റീനൻ്റെ ഫോമിലാണ് ലോകകപ്പ് കളിക്കുന്നത് വെച്ചാൽ ഈ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം വിവാദം ഉണ്ടാക്കില്ല. ഒന്നുമില്ലാത്തുമ്പോൾ നമ്മളെ കളി കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് തോൽക്കണം കരുതി കണ്ടിട്ട് നല്ല കളി കളിച്ച് ജയിക്കുമ്പോൾ അതിന് പല വാക്കും പറയും, അതൊന്നും പറയില്ല. അപ്പം നമ്മളെന്താ അറിയോ, നമ്മളൊന്നുമില്ലാത്ത കാലത്ത് നമ്മൾ പിടിച്ചു നിൽക്കണേ. എത്രയോ കളിയാക്കൽ കേട്ടിട്ട് നമ്മളെന്താ ബാലൻഡ്യൂർ ഉണ്ടല്ലോ, എന്തിനാ കപ്പിൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിടിച്ചൊന്നുമില്ല. അപ്പം എല്ലാം കിട്ടി. ഇനി കളി ആസ്വദിക്കുക, മെസ്സിൻ്റെ അർജൻറ്റീനൻ്റെ കളിയൊന്നും ആസ്വദിക്കുക. കാരണം ആൾക്ക് 39 വയസ്സായിരിക്കണം. ഈ ഫോം വെച്ചിട്ട് അടുത്ത ലോകകപ്പും കളിക്കുക. അജാദ് ഫോമാണ്, ഒരു രക്ഷയില്ല. പക്ഷേ ഏജ് ഒരു ഘടകമാണ്. ഏതായാലും നിങ്ങൾ ഉഷാറാക്കി, വേറെ ഒന്നും പറയാനല്ല. അതൊക്കെ വെറുതെ പറയണതാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അത് എടുത്തുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് പറഞ്ഞോട്ടെ. നമ്മളെ കളി ഉഷാറായി ആസ്വദിക്കുക. കാരണം ഇപ്പോൾ ഇവിടെ കൂടുതലും ആൾക്കാർ നമ്മളല്ലേ ഉള്ളൂ. അർജൻറ്റീന ഫാൻസിനെ ഇപ്പോൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. കളി ആസ്വദിക്കാൻ അവർക്കേ വരികയുള്ളൂ. പിന്നെ നല്ല ഫുട്ബോൾ പ്രേമികൾക്ക്, വേറെ ആരും കഴിയില്ലല്ലോ. ഈ തിരുപ്പന്മാർക്കൊന്നും കഴിയില്ല. ഓക്കെ.